ഇന്ന് ഒരുപാട് തിരക്കുള്ള ഒരു വർക്കിംഗ് ഡേ ആണ്. കാരണം വർക്കിന് പുറമെ എനിക്ക് മറ്റ് പല വർക്കുകളും ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലെ 5 മണിക്കാണ് എൻ്റെ ഡേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്റ്റാർട്ടാവുന്നത്. ഞാൻ വളരെ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റുട്ടീനാണിത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഒന്ന് ഫ്രഷപ്പായി ഞാൻ എൻ്റെ എക്സസൈസ് റുട്ടീനിലേക്ക് സ്റ്റിക്ക് ഓൺ ആവുന്നുണ്ട്. എൻ്റെ എക്സസൈസ് റുട്ടീൻ വളരെ സിമ്പിളാണ്. സൂര്യ നമസ്കാർ, ബട്ടർഫ്ലൈ പോസ്, അതുപോലെ തന്നെ ചെറിയ പ്ലാങ്ക്സ്, അതൊക്കെയാണ് എൻ്റെ ഒരു വർക്ക് റുട്ടീനിലുള്ളത്. പിന്നെ ഞാൻ കുറച്ച് സമയം ഒരു സംഭവം ഞാനൊന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പഠിക്കാനുള്ള ശ്രമത്തിൽ കുറച്ച് സമയം ഇരുന്നിട്ട് ആ ബുക്കിൻ്റെ മുമ്പിൽ അങ്ങനെ ഇരിക്കും. പഠിത്തമൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെ കുറച്ച് സമയം ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞപ്പൻ എഴുന്നേറ്റ് വന്നു. പിന്നെ അവനെ വെച്ചിട്ടായി പഠിത്തം. അങ്ങനെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ പുസ്തകങ്ങളൊക്കെ അടച്ചു വെച്ച് നമ്മുടെ പതിവ് റുട്ടീനിലേക്ക് എൻ്ററായി. വാതിൽ പതുക്കെ തുറന്നപ്പം ഇതാണ് കേട്ടോ പുറത്തെ അവസ്ഥ. ഭയങ്കര തണുപ്പാണ്. എന്താണ് എല്ല് കൂച്ചുന്ന തണുപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ തണുപ്പ്. നമ്മുടെ സൂര്യൻ ചേട്ടൻ എല്ലാ ദിവസത്തെയും പോലെ വന്നിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. പുള്ളിയോടൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഞാൻ വേഗം സ്വെറ്റർ എടുത്തിട്ടു കേട്ടോ. കാരണം ഭയങ്കര തണുപ്പാണ്. ഇന്ന് സ്കൂളും ഓഫീസും ഒക്കെയുള്ള ദിവസമായതുകൊണ്ട് പെട്ടെന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചില്ലയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. അങ്ങനെ നമ്മളതൊക്കെ ചില്ലയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി. ആ സമയം കൊണ്ട് നമ്മുടെ മീനൂട്ടീനെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ആളും ഒന്ന് ഫ്രഷപ്പായി വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ചില്ല തന്നെ നമുക്ക് സ്കൂളിലേക്കും കൊടുത്തു വിടാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സിനും അത് തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്തത്. പിന്നെ അതിന് ശേഷം സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് ഒരു പേരക്കയൊക്കെ കട്ട് ചെയ്ത് ബോക്സിലാക്കി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആളൊന്ന് ഫ്രഷപ്പായി വന്നപ്പോൾ ഞാനും മീനൂട്ടിയും നമ്മുടെ അനന്തും കൂടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ കുറച്ച് സമയം ബ്രേക്ക്ഫാസ്റ്റും ഗുസ്തിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവളെ റെഡിയാക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ റെഡി ആവണമായിരുന്നു. എൻ്റെ മേക്കപ്പ് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ പുറത്ത് പോകേണ്ട ഒരുപാട് ആവശ്യങ്ങളുള്ളത് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ബട്ട് സൺസ്ക്രീൻ പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് മേക്കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ടച്ചപ്പും കാര്യങ്ങളും കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് നമ്മൾ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ ഇന്ന് നമ്മൾ ലേറ്റ് ആയിട്ടില്ല, ഓൺ ടൈമാണ്. അപ്പോൾ നമ്മൾ റെഡിയായി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ടാവുകയാണ്. എല്ലാവരും കൂടെ ഈ രാവിലെ ഒരു ഓട്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മീനൂട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായി ഏകദേശം 8:15 ആകുമ്പോഴത്തേക്കും നമ്മുടെ പതിവ് ടൈമിൽ തന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് സ്റ്റാർട്ടായിട്ടോ. സ്കൂൾ ടൈമിംഗ് വരുന്നത് 9 o'clock ആണെങ്കിലും നമ്മളവിടെ 8:30 എത്തണം. എന്നാലാണ് നമുക്ക് അസംബ്ലിക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വിട്ടു ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്ന വഴി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ഒരു ചെറിയ ലേക്കൊക്കെ ഉണ്ട്. ഇതൊരു ഗ്രാമത്തിലാണ് ഈ പോസ്റ്റ് ഓഫീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ പോസ്റ്റ് ഓഫീസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ഞങ്ങൾ ഉലാത്തിയപ്പോഴത്തേക്കും നമുക്ക് പിന്നെ തിരിച്ചു പോകാനുള്ള സമയമായി. പിന്നെ നമ്മൾ നേരെ വിട്ടു SBIയിലേക്ക് പോയി. നിരാശയായിരുന്നു ഫലം. പണി നടന്നില്ല. അപ്പോൾ അതിന് നിരാശ മാറ്റാനായി ബേക്കറി കയറി കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു കഴിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. കാരണം ഇന്ന് എനിക്കും വർക്ക് ഉണ്ട്. അങ്ങനെ കറക്റ്റ് വർക്കിന് കയറേണ്ട സമയമാകുമ്പോഴത്തേക്കും 11:30 ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലേക്ക് എത്തി. നമ്മുടെ വർക്ക് ഡേ സ്റ്റാർട്ട്സ്.